ഹായ് മച്ചാന്മാരെ, മിസ്സിംഗ് ആയിട്ട് വന്നൊരു വണ്ടിയാണിത്. പിന്നെ കാർബേറ്റർ നമുക്കൊന്ന് അഴിച്ച് നോക്കാം. എൻ്റെ കാർബേറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ക് വലിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളായിരുന്നു. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാർബേറ്റർ ഒന്ന് പീസാക്കി നോക്കാം. കാർബേറ്റർ പീസാക്കിയപ്പോഴത്തേക്കിന് ഇതിനകത്തുനിന്ന് ചെറിയൊരു വേസ്റ്റിൻ്റെ തരി കയറി അടഞ്ഞിരുന്നത് കൊണ്ടാണ് വണ്ടി വലിക്കാതെ വന്നത്. ചോക്ക് വലിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇത് പെട്രോളിനകത്തൂടെ കയറി വന്നതായിരിക്കണം, അല്ലെങ്കിൽ ഈ കാർബേറ്ററിൽ എവിടെയെങ്കിലും ഇരുന്നതായിരിക്കണം. അപ്പോൾ വണ്ടി കുറച്ച് നാളായിട്ട് എടുക്കുന്നില്ലാതിരിക്കുമായിരുന്നു വണ്ടി. അത് കഴിഞ്ഞ് എടുത്തപ്പോഴത്തേനാണ് ചോക്ക് വലിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളായിരുന്നു. കണ്ടോ, ചെറിയൊരു തരി കയറി അടഞ്ഞിരുന്നുകൊണ്ടാണ് വലിക്കാതെ വന്നത്. കണ്ടോ, ചെറിയ കഷ്ണമാണ്. അതുകൊണ്ട് ഇപ്പോൾ പെട്രോൾ കയറി വരുകയില്ല. അതുകൊണ്ടാണ് വണ്ടി പമ്മി പൊയ്ക്കൊണ്ടിരുന്നത്. ചോക്ക് വലിച്ചാൽ മാത്രമേ ഓടുകയുള്ളായിരുന്നു. അപ്പം വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റി വെച്ച് നമുക്ക് നോക്കാം. യമഹയുടെ RX 135 വണ്ടിയാണിത്. ചോക്ക് വലിച്ചാൽ മാത്രമേ ഓടുകയുള്ളൂ വണ്ടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും കാർബേറ്റർ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.